സാജിദ്, ഇതാണിപ്പോൾ കുടുംബം പറയുന്നത്. അവർ അഭിഭാഷകരുമൊക്കെയായി സംസാരിച്ചു. ഇതിനകത്ത് ലീഗലി നീങ്ങാൻ എന്തെങ്കിലും വകുപ്പുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നിലക്ക് നീങ്ങും. ഗവർണറെ കാണാനും പ്രതിപക്ഷ നേതാവിനെ കാണാനും ഒക്കെ അവർ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ സ്വാഭാവികമായ തുടക്കം ഒരു സ്ത്രീയാണെന്ന പരിഗണന വെച്ചായിരിക്കുമോ, അതല്ല ഇപ്പോൾ ഈ കുടുംബം സംശയിക്കുന്നത് പോലെ ഉന്നതതല ഇടപെടൽ, ഇപ്പോൾ ഒരു മന്ത്രിതല ഇടപെടലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ സംശയിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥത്തിൽ അടിസ്ഥാനമുണ്ടോ? സൈഫുദ്ദീൻ, ഇതിൽ ഒരു അസ്വാഭാവികതയും അമിത തിടുക്കവുമുണ്ട് എന്നതിൽ സംശയമില്ല. ഈ ഷെറിൻ ആവശ്യപ്പെട്ടിരുന്നത് ഒരു സ്ത്രീയാണ്, അതുകൂടാതെ തനിക്ക് ഒരു കുഞ്ഞുണ്ട്. ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ ഈ ശിക്ഷയിൽ ഇളവ് നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. അത് സ്വാഭാവികമായും എല്ലാ പ്രതികളും ഈ ശിക്ഷാ ഇളവിന് പലതരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കും. ഒരു പുരുഷനാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായും കുടുംബം ഉണ്ടാകും, പ്രായമായ മാതാപിതാക്കൾ ഉണ്ടാകും, രോഗം, ഇത്തരം കാരണങ്ങളെല്ലാം തന്നെ പറയാം. പക്ഷേ ഇതിൽ ഒരു വലിയ തിടുക്കമുണ്ടായി, അത് ഈ മുൻഗണനകളെല്ലാം തന്നെ ലംഘിച്ചു എന്നതിൽ സംശയമില്ല. ഇനി ഇതിൽ നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ അവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കോടതിയെ സമീപിക്കുക എന്നുള്ളതിനപ്പുറം അവർക്ക് ഈ സർക്കാർ സംവിധാനങ്ങളെ തന്നെ ബന്ധപ്പെട്ട് ഈ മന്ത്രിസഭാ യോഗം ഇത് അംഗീകാരം നൽകിയെങ്കിലും ഇത് ഉത്തരവായി ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അത് ഗവർണറുടെ ഒപ്പോട് കൂടിയാണ് ഉത്തരവായി ഇറങ്ങുക. അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാം, ഗവർണറുമായി ബന്ധപ്പെടാം. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ കുടുംബം ഇനി ചെയ്യാനുള്ളത്. ശരി, അപ്പോൾ ഒരു അസ്വാഭാവികമായ തുടക്കം ഈ ഷെറിനെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ, ഫയലുകൾ നീക്കുന്ന കാര്യത്തിലൊക്കെ ഉണ്ടാകുന്നു. അതിൽ ഉന്നതതല ഇടപെടലുണ്ട് എന്ന് കുടുംബം സംശയിക്കുന്നുണ്ട്. പക്ഷേ ആ സംശയത്തിന് അടിസ്ഥാനം വേണം. ഇതിപ്പോൾ അവർക്കൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ വളർത്തണം, സ്ത്രീയാണ്. ഈ പരിഗണനയൊക്കെ വെച്ച് അവർക്ക് സ്വാഭാവികമായും ഈ ഫയലിന് തിടുക്കത്തിൽ വേഗത കൂട്ടിക്കൊണ്ട് അവരെ വേഗത്തിൽ പുറത്തുവിടാവുന്നതേ ഉള്ളൂ. അസ്വാഭാവികത സംശയിക്കുന്നിടത്ത് അതിന് വേണ്ട തെളിവുകൾ വേണ്ടിവരും. എന്തായാലും കുടുംബം ഗവർണറെ കാണാനും പ്രതിപക്ഷ നേതാവിനെ കാണാനും ഒക്കെ തീരുമാനിക്കും.